തലേ ദിവസം എല്ലാവരും എത്തി ദർശനം, അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഈ യോഗം കൂട്ടായ്മ തുടക്കം എന്ന രൂപത്തിലാണ്. ഭാവിയിൽ നമ്മളത് നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ കൂടുതൽ ആളെ പങ്കെടുപ്പിച്ചു എല്ലാം മുന്നോട്ട് പോകും. തുടക്കം എന്ന രൂപത്തിൽ ആദ്യം ഒരു ആശയവിനിമയം നടത്തി ഒരു രൂപം ഉണ്ടാക്കിയതിന് ശേഷം കാര്യങ്ങളിലേക്ക് വരിക. ഇല്ല, അങ്ങനെ തുറക്കില്ല. ഇതിപ്പോൾ തുറക്കുന്ന സമയത്ത് ഇത് നടക്കും. ഇതിനുവേണ്ടി നട തുറക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് സെപ്റ്റംബർ 16-ാം തീയതി നട തുറക്കും. 16 മുതൽ 21 പിന്നെ അടയ്ക്കും. ഈ 16-നും 21-നും ഇടയ്ക്കുള്ള ദിവസമായിരിക്കും നമ്മൾ തീരുമാനം. ഇതിനുവേണ്ടി നട തുറക്കേണ്ടതില്ല. വരും. അവർക്ക് പോകാൻ അവർക്കൊന്നും തടസ്സം ഉണ്ടാക്കില്ല. ഒരു തടസ്സവും ഇല്ലാതെ ക്ഷണിച്ചു വരുത്തുന്നവർക്ക് പ്രത്യേകം പോകാനുള്ള സൗകര്യം ഉണ്ടാക്കും. സാധാരണ വരുന്നവർക്ക് അവർ വന്ന് കൃത്യമായി ദർശനത്തിനുള്ള അവസരം ഉണ്ടാക്കും. അതിനൊന്നും ഒരു മാറ്റം വരില്ല. അതിനൊന്നും തടസ്സമില്ലാതെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ഒരാശയം ഞാൻ മുന്നോട്ട് വെച്ചല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചില്ല. ഒന്ന്, ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന ആത്മീയ സാംസ്കാരിക സാമൂഹ്യ ധാർമ്മിക സംഗമം ലക്ഷ്യം. ശബരിമലയുടെ ആഗോള ബഹുമതിയും ഭക്തി പാരമ്പര്യവും നമുക്ക് കൂടുതലായി ഉയർത്തിപ്പിടിക്കാൻ എന്തൊക്കെ ചെയ്യണം? ശബരിമലയെ ദൈവിക പാരമ്പര്യ ശാസ്ത്രീയ സുസ്ഥിര ഭവന രീതികളിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇവിടെ വികസനത്തിന് അവർ വന്നെത്തിച്ചേരുന്ന ഭക്തർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്? ഇനി പോരായ്മയുള്ളത് നമ്മളിപ്പോൾ നടപ്പാക്കാൻ പോകുന്ന വികസന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടാവില്ല. ക്ഷണിക്കാൻ നമുക്കിപ്പോൾ നമുക്ക് നിലവിൽ ദേശീയ അടിസ്ഥാനത്തിൽ വിവിധ സംഘടനകളുണ്ട്. ഇവിടെ എത്തിച്ചേരുന്നവർ, സ്ഥിരമായി വരുന്നവർ, രജിസ്റ്റർ ചെയ്ത് പോകുന്നവരുണ്ട്. ആ ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അവർക്ക് സംഘടനയുണ്ട്. അവരുടെ പ്രതികളുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തി കഴിഞ്ഞു. അവരെല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളെ ആ സംഘടനയായി ബന്ധപ്പെട്ടു. ഓരോ സ്റ്റേറ്റിലും മലയാളി സംഘടനകളുണ്ട്. അവരുമായി നമ്മൾ ആശയവിനിമയം നടത്തി അവരുടെ പ്രതികളെ തരാൻ ക്ഷണിക്കും. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത് വന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം നമ്മൾ ഇതുമായി സഹകരിക്കുന്നവരാണ്. അവരുമായി ബന്ധപ്പെടും. ഇങ്ങനെ നിലവിലുള്ള ഓർഗനൈസേഷനെ കൂടി ആശയവിനിമയം നടത്തി നമുക്ക് ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാകും. അകത്തും പുറത്തുമുള്ളവരെ എല്ലായിടത്തും ഉണ്ടാകും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടാവും. ഒപ്പം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇവിടെ വന്നു പോകുന്ന ധാരാളം അയ്യപ്പന്മാരുണ്ട്. അല്ല, മറ്റുള്ളവർ വന്നാലും നമ്മൾ സ്വീകരിക്കും. അത് ക്ഷണിക്കുന്ന ഇപ്പം നമ്മുടെ ലിസ്റ്റുള്ളത് മലയാളികളാണ്. അത് കൂടാതെ ആരെങ്കിലും വരുന്ന അവരെ നമുക്ക് കൊണ്ടുവരാൻ ആവശ്യമായി ആ സംഘടനകളുമായി ബന്ധപ്പെട്ട് വരിക. അവിടെയുള്ള നമ്മുടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ. അതെ, ആദ്യം നമ്മൾ തുടക്കം കുറിച്ചതിന് ശേഷം ഭാവിയിൽ കൂടുതൽ വിപുലവും വിശാലവുമായ രൂപത്തിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കും. ആദ്യം ഒരു തുടക്കം, ഒരു ദിവസം എന്ന രൂപത്തിലാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ശബരിമലയുടെ പ്രതിനിധി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കന്നളം കൊട്ടാരത്തിന്റെ പ്രതിനിധി. കോടതി അറിയിച്ച് അതിന്റെ ഇക്കാര്യത്തിൽ ഇവിടെ ശബരിമലയ്ക്കകത്തല്ലല്ലോ പ്രശ്നം, വെളിയിലല്ലേ സംഗതി. ഇത് കോടതി ഇവിടെ അനുമതിയോട് കൂടിയ കാര്യങ്ങളെല്ലാം നടത്തും. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. മറ്റൊന്നും ഇല്ലെങ്കിൽ ഇതാ ഇല്ല, റോപ്പേടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ശബരിമലയെ ബന്ധപ്പെട്ട് ഇത് ശബരിമലയുടെ വിഷയമല്ലേ പറയപ്പോ. ഇല്ല, നമ്മളങ്ങനെ ആലോചിച്ചിട്ടില്ല. അത് ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലല്ലോ, അത് സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ. നമുക്കതിൽ കയറിപ്പോൾ ഇടപെടാൻ പറ്റില്ല. നമ്മളതിൻ്റെ കാര്യത്തിൽ
സുപ്രീം കോടതിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമല്ല, ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുമല്ല ക്ഷേത്രവും അതിൻ്റെ സംവിധാനങ്ങളും. സംസ്ഥാന ഗവൺമെൻറ് സെക്യൂരിറ്റി സംവിധാനം കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയുള്ള കാര്യം. നമുക്കതിനകത്ത് വേറെ കയറി ഇപ്പോൾ ഇടപെടാനോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനോ അധികാരമില്ല. ഓ അത് നമ്മളല്ല പറയേണ്ടത്. അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിനൊരു പ്രസിഡൻ്റുണ്ട്, OK വാസു. അദ്ദേഹത്തോട് നിങ്ങൾ ചെയ്യാൻ എന്താ സംഭവം എനിക്കറിയില്ല. അവരാണ് ഈ ശമ്പളം കൊടുക്കേണ്ടത്. നമ്മൾ ഗ്രാൻഡ് കൊടുക്കുക അവർക്ക്. ആ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പിന്നെ ഈ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യുന്നത്. അവരാണ് ശമ്പളം കൊടുക്കുന്നത്, നമ്മളല്ല, ഗവൺമെൻറ് അല്ല. ഗവൺമെൻറ് ഒരു ഗ്രാൻഡാണ് അവർക്ക് കൊടുക്കുന്നത്. ആ ഉണ്ട്, ഞാൻ അന്വേഷിക്കാൻ തന്നത് ഇപ്പോഴേ കേട്ടത്. അത് എന്താണെന്ന് അന്വേഷിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ ഗവൺമെൻറ് അല്ല നേരിട്ട് ഈ ശമ്പളം കൊടുക്കുന്നത്. നമുക്ക് 5 ദേവസ്വം ബോർഡാവുള്ളൂ. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 4 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം. അതിൽ മലബാർ ദേവസ്വം ബോർഡിന് 1405 ക്ഷേത്രങ്ങളുണ്ട്. ഇവർക്ക് 1251 ക്ഷേത്രങ്ങളുണ്ട്. 405 ക്ഷേത്രങ്ങളുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗുരുവായൂരും കൂടൽമാണിക്യവും സിംഗിളും. ഇതാണ് 5 ദേവസ്വം ബോർഡ്. ഇവരുടെ ശമ്പളം എല്ലാം കൊടുക്കുന്നത് അതാത് ബോർഡുകളാണ്, നമ്മൾ ഗവൺമെൻറ് എല്ലാം. അതിൽ ഈ സ്വയം പര്യാപ്തത നിൽക്കുന്ന കൂട്ടരാണ് തിരുവിതാംകൂർ. അവർക്കിപ്പോൾ കോവിഡ് വന്നപ്പോൾ മാത്രം അങ്ങോട്ട് സഹായിക്കേണ്ടി വന്നു. പിന്നെ വികസനത്തിനും ശമ്പളം കൊടുക്കാൻ ഇവർക്ക് അത്യാവശ്യം വരുമാനമുണ്ട്. ശബരിമലയും അതുപോലെ മറ്റു ക്ഷേത്രം നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതേസമയത്ത് മലബാർ ദേവസ്വം ബോർഡിന് നമ്മൾ എല്ലാ വർഷവും ഗ്രാൻഡ് കൊടുക്കും. ആ ഗ്രാൻഡോട് കൂടിയാണ് അവർ ശമ്പളം കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ പഴയ OK വാസു മാസ്റ്ററാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചാർജ് അയച്ചത്. അദ്ദേഹത്തോട് ചോദിച്ചെങ്കിലേ അതറിയാൻ പറ്റുള്ളൂ.